മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും ആക്രമിക്കുമെന്ന് ഭീഷണി മുഴക്കുകയാണ് ഖലിസ്ഥാൻ ഭീകരനായ ഗുർപന്ത് സിംഗ് പന്നൂൻ. കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഒരു വീഡിയോയിലാണ് ഈ ഭീഷണി സന്ദേശമുള്ളത്. അടുത്ത മാസം പ്രയാഗ് രാജിലാണ് മഹാകുംഭമേള നടക്കുന്നത്. 3 ഖാലിസ്ഥാനി ഭീകരരെ വധിച്ചതിനെ തന്റെ സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസ് പ്രതികാരം ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. തിങ്കളാഴ്ച പുലർച്ചെ ഉത്തർപ്രദേശിലെ പിലിഭിത്തിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് 3 തീവ്രവാദികൾ കൊല്ലപ്പെട്ടത്. ഹിന്ദുത്വ ഭീകര രാഷ്ട്രം 3 സിഖ് യുവാക്കളെ വ്യാജ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയെന്നാണ് പന്നൂൻ പറയുന്നത്. ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട സിഖ് യുവാക്കളുടെ കുടുംബങ്ങൾക്ക് 1.5 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. വരുന്ന ജനുവരി 14, ജനുവരി 29, ഫെബ്രുവരി 3 എന്നീ തീയതികളിൽ മഹാകുംഭിൽ ആക്രമണം നടത്തുമെന്നാണ് ഇയാളുടെ ഭീഷണി. ഈ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പ്രയാഗ്രാജിൽ ഉണ്ടാകുമെന്നും സിഖ് ഫോർ ജസ്റ്റിസ് എന്ന തങ്ങളുടെ സംഘടന ഹിന്ദുത്വ ഭീകരതയുടെ അടിത്തറ ഇളക്കി പ്രതികാരം ചെയ്യുമെന്നും ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ മഹാകുംഭമേള 2 നേതാക്കളുടെയും, അതായത് നരേന്ദ്രമോദിയുടെയും യോഗി ആദിത്യനാഥിന്റെയും അവസാന മഹാകുംഭമേളയാകാമെന്നും പന്നൂൻ പറയുന്നുണ്ട്. തിങ്കളാഴ്ച പുലർച്ചെ ഉത്തർപ്രദേശ് പോലീസിന്റെയും പഞ്ചാബ് പോലീസിന്റെയും ഒരു സംയുക്തമായ ഓപ്പറേഷനിലാണ് ഈ 3 ഖാലിസ്ഥാൻ ഭീകരരെ വധിച്ചത്. ഖാലിസ്ഥാനി കമാൻഡോ ഫോഴ്സ് എന്ന നിരോധിത സംഘടനയിലെ അംഗങ്ങളാണ് കൊല്ലപ്പെട്ട 3 പേരും. ഈ സംഭവ സ്ഥലത്ത് നിന്നും 2 AK-47 തോക്കുകളും 2 ഗ്ലോക്ക് പിസ്റ്റളുകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. നേരത്തെ ഗുർദാസ്പൂർ ജില്ലയിലെ പോലീസ് പോസ്റ്റിന് നേരെ ഗ്രനേഡ് ആക്രമണം നടത്തിയ ശേഷം ഈ 3 ഭീകരരും പഞ്ചാബ് വിടുകയായിരുന്നു. എന്നാൽ ഇവർ ഉത്തർപ്രദേശിലെ പിലിഭിത്തിൽ ഉള്ളതായി പഞ്ചാബ് പോലീസിൽ നിന്ന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. അതിനെ തുടർന്ന് ഉത്തർപ്രദേശ് പോലീസിന്റെ പ്രത്യേക കമാൻഡോ സംഘം ഇവർക്കായി തിരച്ചിൽ നടത്തുകയും തുടർന്നുള്ള ഏറ്റുമുട്ടലിൽ ഈ 3 പേരും കൊല്ലപ്പെടുകയുമായിരുന്നു. കുറച്ച് തീവ്ര ചിന്താഗതിയുള്ള സിഖ് യുവാക്കൾ കൂടെയുണ്ടെന്ന് കരുതി എന്തും ആകാമെന്ന ധാരണയിലാണ് പന്നൂൻ. അതുകൊണ്ടാണ് ഇത്തരം പ്രസ്താവനകൾ അയാൾ നടത്തുന്നത്. എന്നാൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഭീഷണി അല്ലെങ്കിൽ ഈ വെല്ലുവിളി സംഘപരിവാറിനോ RSSനോ എതിരെയല്ല. ഇന്ത്യ എന്ന രാജ്യം ഭരിക്കാൻ ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രിക്ക് നേരെയാണ് ഈ ഭീഷണി. ഈ രാജ്യത്തെ ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കും അതേ ഭീഷണിയുണ്ട്. ചെറിയ സായുധ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ പോലെയല്ല ഒരു രാജ്യത്തിന്റെ തലവനെതിരെ ഭീഷണി മുഴക്കുന്നത്. ഇതിന്റെ ദൂഷ്യവശങ്ങൾ പന്നൂൻ താമസിയാതെ തിരിച്ചറിയും എന്ന് തന്നെ കരുതാം.